ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ഓവനോ ബീറ്ററോ പ്രഷർ കുക്കറോ അങ്ങനെ ബേക്കിംഗ് ടൂൾസോ ഒന്നുമില്ലാതെ ഒരൊറ്റ ബാറ്റർ കൊണ്ട് മിക്സിയും ഇഡ്ഡലി തട്ടും ഉപയോഗിച്ച് എങ്ങനെ വാനില ചോക്ലേറ്റ് ആൻഡ് മാർബിൾ കേക്ക് ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, കുറച്ചൊന്ന് ഹെൽത്തി ആക്കാനായിട്ട്. പിന്നെ ഇത് സാധാരണ കേക്കിൻ്റെ ടെക്സ്റ്റും ടേസ്റ്റും തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇത് 1/4 ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇടുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് എടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്താലും മതി, കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒട്ടും നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ആ മുട്ടയൊക്കെ നല്ലപോലെ പതഞ്ഞ് പഞ്ചസാരയൊക്കെ പൊടിഞ്ഞ് മിക്സായി കിട്ടണം. ഇതാ കണ്ടില്ലേ, മുട്ട ഈ ഒരു പരുവം വരെ അടിച്ചെടുക്കണം. ഒരുമാതിരി വെള്ള കളറാവുന്ന ഒരു പരുവം വരെ നല്ലപോലെ പതഞ്ഞൊക്കെ കിട്ടണം. എന്നിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഈ മിക്സ് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇത് ഒന്നിച്ച് ചേർക്കരുത്, കാരണം നമ്മളുടെ മുട്ട പതഞ്ഞ് വന്നേക്കുന്നത് അങ്ങ് താന്നു പോവും. ഇത് ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ അതുകൊണ്ട് ബാച്ചായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഹാർഷായിട്ടിട്ട് മിക്സ് ചെയ്യരുത്. അതാ നമ്മളുടെ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടാണ് വന്നത്. അതൊന്ന് ഫ്ലോയിങ് കൺസിസ്റ്റൻസിലാക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചേർക്കുക. ചില ബ്രാൻഡ് ഗോതമ്പ് പൊടിക്ക് അതിൻ്റെ ആവശ്യം വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ മുട്ട അടിക്കാൻ വെച്ചിരുന്ന സമയത്ത് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ തട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇഡ്ഡലി പാത്രത്തിൻ്റെ. ഇപ്പോൾ ഞാൻ ഈ തട്ടെല്ലാം നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്രേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം നിറച്ചാൽ മതി. ഞാനിത് മൊത്തത്തിൽ അങ്ങ് നിറച്ചു പോയി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് വല്ലാതായിപ്പോവും. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ റെഡിയാക്കി കിട്ടും. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ എല്ലാം വേണമെങ്കിൽ നിർത്തി കൊടുക്കാം. ഇത് കമ്പൽസറി ഒന്നും അല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിർത്തി കൊടുത്താൽ മതി. പിന്നെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനും മുകളിലത്തെ തട്ട് മാത്രം വെക്കാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ താഴത്തെ തട്ടൊക്കെ വെച്ചാൽ ചിലപ്പോൾ വെള്ളം കയറും ബാറ്ററിലേക്ക്. അടുത്തായിട്ട് നമ്മൾക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പാല് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ കൊക്കോ പൗഡറും പാലും കൂടി ഞാൻ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ വാനിലയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് കേക്ക് വേണം എന്നതിനനുസരിച്ച് ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 4 ചോക്ലേറ്റ് കേക്കും പിന്നെ മാർബിൾ കേക്കിനും വേണ്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ബാറ്റർ ചേർത്ത ശേഷം ഭയങ്കര ഹാർഷായിട്ട് മിക്സ് ചെയ്ത് ജെന്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. പക്ഷെ ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കണം. സോസ് പാനിൽ ബേക്ക് ചെയ്യാനും നമുക്ക് ഇഡ്ഡലി തട്ട് തന്നെ മതി. നല്ലതുപോലെ ഇഡ്ഡലി തട്ടിൻ്റെ കുഴിയെല്ലാം ഒന്ന് ഗ്രീസ് ചെയ്യുക സൺഫ്ലവർ ഓയിൽ കൊണ്ട്. എന്നിട്ട് ബാറ്റർ 1/4 ഭാഗം നിറച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ സോസ് പാനിൻ്റെ അടിയിൽ ഉപ്പിടണമെന്നോ റിങ് വെക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അതാ സോസ് പാൻ ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ചൂടാക്കിയ ശേഷം ഡയറക്റ്റ് ഇഡ്ഡലി തട്ട് ഇറക്കി കൊടുക്കണം. ഉപ്പിൻ്റെയോ റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല താഴത്ത്. പിന്നെ നമുക്ക് ഈ ബാറ്ററിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, നേരത്തെ വാനില ബാറ്ററിൽ ചെയ്ത പോലെ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു 2 മിനിറ്റ്. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതാ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വാനില കേക്ക് സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് വന്നത്. അതിൻ്റെ അർത്ഥം ഇത് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ചോക്ലേറ്റ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 8 മിനിറ്റ് ആകുമ്പോൾ നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ ഇത് സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇതും റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇതും നമുക്ക് ഇനി ഈ സോസ് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് വാനില കേക്ക് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഒന്ന് തണുത്തപ്പോൾ തന്നെ ഞാൻ വാനില കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ തണുത്തില്ലെങ്കിൽ കണ്ടില്ലേ, ഇതാ കേക്കിൻ്റെ ക്രംസ് ഒക്കെ ആ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ എനിക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേറെ തട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്ത് മാറ്റണത്. അതുപോലെ തന്നെ ഞാൻ ചോക്ലേറ്റ് കേക്ക് എടുത്ത് മാറ്റാണ്. ഇതിപ്പോൾ ഞാൻ സോസ് പാൻ വെച്ച് അടച്ചപ്പോൾ സോസ് പാനിൻ്റെ അടപ്പിൻ്റെ മുകളിലുള്ള ആ ഹോളൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് അടയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് 2 കേക്കിൽ കണ്ടില്ലേ നടുക്കൊന്ന് സിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മറക്കാതെ അത് അടയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് ഈ കേക്ക്, കണ്ടില്ലേ. നമ്മൾ ശരിക്കും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല. പിന്നെ നമ്മൾക്കിപ്പോൾ കുക്കറോ അല്ലെങ്കിൽ ഓവനോ ഒന്നും ആവശ്യമില്ല. ഇഡ്ഡലി തട്ടില്ലാത്ത വീടുണ്ടാവത്തില്ലല്ലോ മലയാളികളുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കേക്ക് കൂടി ഉണ്ടാക്കണം നോക്കാം. അടുത്ത കേക്ക് ഉണ്ടാക്കാനായിട്ട് വാനിലയുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായ മാതിരി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൂടി പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ നമ്മളുടെ ഇഡ്ഡലി തട്ട് ഗ്രീസ് ചെയ്തിട്ട് ആദ്യം ഒരു 4/1 ഭാഗം വാനിലയുടെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ കുഴിയിലും. അങ്ങനെ ഞാൻ എല്ലാ ഇഡ്ഡലി കുഴിയിലും ഒരു 1/4 ഭാഗത്തോളം വാനില ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ബാറ്ററും ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെയും വാനില ബാറ്റർ, പിന്നെയും ചോക്ലേറ്റ് ബാറ്റർ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാം. നമുക്ക് എത്രത്തോളം ലെയറായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ ഒരു മാർബിൾ കേക്ക്, സീബ്ര കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സെയിം മെത്തേഡ് തന്നെയാണിത്, വ്യത്യാസമൊന്നുമില്ല. ഈ മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സീബ്ര ലൈൻസ് ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കും കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണാനായിട്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. പിന്നെ അതുമാതിരി തന്നെ ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും ഫ്ലേവർ ഒന്നിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് മാർബിൾ കേക്ക് കഴിക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഇത് ഞാനൊരു 3 ലെയർ വാനിലയും 2 ലെയർ ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റാണ് താല്പര്യം കൂടുതലെങ്കിൽ അത് തിരിച്ചും കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഡിസൈൻ കൊടുക്കാം. ഡിസൈൻ കൊടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സെൻറ്ററിൽ നിന്ന് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു വേപ്പിലയുടെ തണ്ടാണ്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ 2 ലൈൻസിൻ്റെ നടുക്ക് വരുന്ന ആ സെൻറ്ററിൽ നിന്ന് സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആ സെൻറ്റർ പോയിന്റിലേക്ക് വലിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുക. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ നല്ല ഈ ഒരു പാറ്റേൺ കിട്ടണമെങ്കിൽ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കുക. വലിയ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. മാർബിൾ കേക്ക് എനിക്ക് 2 തട്ടിലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം ഇഡ്ഡലി ചെമ്പിലും വെച്ചിട്ടുണ്ട്, ഒരെണ്ണം നമ്മളുടെ സോസ് പാനിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പം മാർബിൾ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ തണുത്ത ശേഷം നമുക്ക് ഇങ്ങനെ കൈവച്ച് തന്നെ ഡിമോൾഡ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്പോഞ്ചിയും സോഫ്റ്റുമാണ് കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ കുക്കറോ ഒന്നും വേണ്ട. നമ്മളുടെ സാധാ ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇതാ കണ്ടില്ലേ, സീബ്ര ലൈൻസ് ഒക്കെ അതേ പാറ്റേണിൽ തന്നെ ഈ കേക്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഒറ്റ ബാറ്റർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ വാനില, ചോക്ലേറ്റ് ആൻഡ് മാർബിൾ ഒരു സീബ്ര കേക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമന്റ്സിൽ കൂടെ അറിയിക്കാം. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.